ഹലോ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ജാവയിൽ ഫൈനൽ വേരിയബിൾസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പാരാമീറ്ററും അല്ലെങ്കിൽ എറേസിൻ്റെ ലെങ്ത് പാരാമീറ്റർ ലെങ്ത് മെത്തേഡ് ഇതിനൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ഓക്കെ, then we'll discuss about variable number of arguments to methods. Okay, ആദ്യം നമ്മൾ ഫൈനൽ വേരിയബിൾ എന്താണെന്ന് അത് ഡിസ്കസ് ചെയ്യാം. വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് ഫൈനൽ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് സ്റ്റാറ്റിക് ഒക്കെ പറഞ്ഞു, അല്ല സ്റ്റാറ്റിക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് വേരിയബിൾസ് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാം. എന്താ ഈ ഫൈനൽ എന്ന് പറഞ്ഞാൽ, ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് നമുക്ക് പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ ഡിക്ലെയർ ചെയ്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോഗ്രാമിൻ്റെ അകത്തുനിന്ന് ആ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഫൈനൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദി കോൺസ്റ്റൻറ്റ്സ് ഇൻ സി. നമ്മൾ സിയിൽ കോൺസ്റ്റ് കീവേഡ് വെച്ചിട്ട് കോൺസ്റ്റൻറ്റ്സ് ഡിക്ലെയർ ചെയ്യാമായിരുന്നു. അതുതന്നെയാണ് ഇവിടെ ഫൈനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈനൽ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് ഇനീഷ്യലൈസും കൂടി ചെയ്യണം. Okay, there are certain examples given over here. ഇവിടെ കാണുന്നതൊക്കെ ഫൈനൽ വേരിയബിൾസ് ആണ്. ഫൈനൽ ഇൻറ്റ് ഫയൽ അണ്ടർസ്കോർ ന്യൂ, ഫൈനൽ ഇൻറ്റ് ഫയൽ അണ്ടർസ്കോർ ഓപ്പൺ, ഇങ്ങനെ ഒരു 5 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനീഷ്യലൈസും കൂടി ചെയ്യണം. ഓക്കെ, ഇനി ബാക്കി നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഈ വേരിയബിൾസ് യൂസ് ചെയ്യാം, പക്ഷേ വേരിയബിൾസിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അസൈൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചാൽ കമ്പൈലർ വിൽ ഗിവ് എൻ എറർ. യൂഷ്വലി ഫൈനൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പം ഫൈനൽ വേരിയബിൾസിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് അല്ലെങ്കിൽ അപ്പർ കേസിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയും. ഇറ്റ്സ് എ കോഡിങ് കൺവെൻഷൻ. കോഡിങ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കോഡിങ് ചെയ്യുമ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അത് അങ്ങനെയാണ് സാധാരണ ജാവ പ്രോഗ്രാമേഴ്സ് ചെയ്യുക. ഫൈനൽ വേരിയബിൾസൊക്കെ ഇങ്ങനെ അപ്പർ കേസ് ലെറ്റേഴ്സിലാണ് സാധാരണ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, നിർബന്ധമില്ല, ബട്ട് ഇറ്റ് ഈസ് എ കോഡിങ് കൺവെൻഷൻ എന്നാ പറയുന്നുള്ളൂ. ഓക്കെ, ഇതൊരു സാധാരണ പ്രവണതയാണ്, പക്ഷെ അങ്ങനെ നിർബന്ധമില്ല. വേരിയബിൾസ് ഡിക്ലെയർഡ് ആസ് ഫൈനൽ ഡു നോട്ട് ഓക്യുപ്പൈ മെമ്മറി ഓൺ എ പെർ ഇൻസ്റ്റൻസ് ബേസിസ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി നമ്മൾ ഡേറ്റ മെമ്പേഴ്സൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. മെമ്മറിയിൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ വേരിയബിൾ ഉണ്ടാവും, റൈറ്റ്? അപ്പം നമ്മുടെ ബോക്സ് ക്ലാസ്സിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, ഈ 3 വേരിയബിൾസ്, ഇൻസ്റ്റൻസ് വേരിയബിൾസ് അല്ലെങ്കിൽ ഡേറ്റ മെമ്പേഴ്സ് പറയുന്നത് ഓരോ ബോക്സ് ഒബ്ജക്റ്റിനും അതിൻ്റേതായ ലെങ്ത്ത്, അതിൻ്റേതായ ബ്രെഡ്ത്ത്, അതിൻ്റേതായ ഡെപ്ത്ത് ഉണ്ടാവും. പക്ഷെ ഫൈനൽ വേരിയബിൾസിൻ്റെ കേസിൽ അങ്ങനെയില്ല. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ സെപ്പറേറ്റ് ഇൻസ്റ്റൻസ്. ഓക്കെ, ദസ് ആ ഫൈനൽ വേരിയബിൾ ഇസ് എസെൻഷ്യലി എ കോൺസ്റ്റൻറ്റ്. ഫൈനൽ വേരിയബിൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷേ സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സ്റ്റാറ്റിക് നമ്മൾ പറഞ്ഞു എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു, എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ട് ആണ് ആ വേരിയബിൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫൈനൽ വേരിയബിൾസും കോമൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ടാണ് ഈ ഫൈനൽ വേരിയബിൾസ് ഉണ്ടാവുമെങ്കിലും അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫൈനലിൻ്റെ കേസിൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വേരിയബിൾസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ മെത്തേഡ്സിൻ്റെ മുകളിലും ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മെത്തേഡ്സിൻ്റെ കേസിൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ദ സെയിം ആസ് വാട്ട് വി ഹാവ് പെർസീവ്ഡ് ഓവർ ഹിയർ. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും, വാട്ട് ആർ ഫൈനൽ മെത്തേഡ്സ് എന്നുള്ളത്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ഫൈനൽ കീവേഡ് ആൻഡ് അബൌട്ട് ഫൈനൽ വേരിയബിൾസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എറേസ് നമ്മൾക്കറിയാം. എറേസ് ഒന്നിലധികം എലിമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എറേസ് യൂസ് ചെയ്യാം. ഒരേ ടൈപ്പ് ഓഫ് എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എറേസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, റൈറ്റ്? നമ്മൾ മാർക്സ് എറേയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇല്ലെങ്കിൽ വി ക്യാൻ യൂസ് മാർക്ക് എറേസ്. സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് നമ്മൾ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3
മാർക്ക് 4 എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം വി ക്യാൻ ഡിക്ലെയർ എൻ എറേ which have the capability of storing all the marks of the students. ഓക്കെ, അങ്ങനെ നമുക്ക് അതായത് മാർക്സ് എറയിൽ സ്റ്റോർ ചെയ്യുന്നതെല്ലാം ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റ ഓക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എറേസ് യൂസ് ചെയ്യാം. അതും റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനും. ഓക്കെ, സോ എറേസിനെ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാണ്. എറേൻ്റെ സൈസ്, എറേ എന്ന് പറയുന്നത് ജാവയിൽ ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദ ഇംപ്ലിമെൻറ്റഡ് ആസ് ഒബ്ജക്ട്സ്. സോ നമുക്ക് ജാവയിൽ എറേസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സൈസ് ഓഫ് എൻ എറേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, സൈസ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി എലിമെൻറ്റ്സ് ക്യാൻ ദി എറേ ഹോൾഡ്, അതാണ് സൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞൊരു വേരിയബിൾ വഴി ഓക്കെ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ഇറ്റ്സ് നോട്ട് എ മെത്തേഡ്, ഇറ്റ്സ് എ വേരിയബിൾ. ഓക്കെ, എറേസ് ഈ എറേ ടൈപ്പ് ഒബ്ജക്ട്സിനൊക്കെ ലെങ്ത്ത് വേരിയബിൾ ബൈ ഡീഫോൾട്ട് ഉണ്ടാവും. ആ ലെങ്ത്ത് വേരിയബിളിൻ്റെ വാല്യൂ നോക്കിയാൽ നമുക്ക് സൈസ് ഓഫ് ദി എറേ കണ്ടുപിടിക്കാം. അതായത് എത്ര എലിമെൻറ്റ്സ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് ദിസ് ലെങ്ത് ഇൻസ്റ്റൻസ് വേരിയബിൾ. സോ എവറി എറേ ഒബ്ജക്റ്റ് ഹാവ് ദിസ് ലെങ്ത് ഇൻസ്റ്റൻസ് വേരിയബിൾ. ഓക്കെ, സോ എറേ നെയിം ഡോട്ട് ലെങ്ത്, അങ്ങനെയാണ് അത് ആക്സസ് ചെയ്യുക. എറേ നെയിം ഡോട്ട് ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു സിൻടാക്സിൽ നമുക്ക് ആക്സസ് ചെയ്താൽ നമുക്ക് ആ എറേൻ്റെ ലെങ്ത്ത് കിട്ടും. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ സൈസ് കിട്ടും, എറേൻ്റെ സൈസ്. ഓൾ എറേസ് ഹാവ് ദിസ് വേരിയബിൾ, അതായത് എല്ലാ എറേ ഒബ്ജക്ട്സിനും ഈ ഒരു വേരിയബിൾ ഡീഫോൾട്ടായിട്ട് ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ് സീ ദ എക്സാമ്പിൾ. ലെങ്ത്ത് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുവാണ്. ലെങ്ത്തിയുടെ L ക്യാപിറ്റലാണ്, അത് ഓർത്ത് വെക്കുക. ഈ ക്ലാസിൻ്റെ ഈ ക്ലാസ് ലെങ്ത്ത് എന്ന് പറയുന്ന ക്ലാസിൻ്റെ L ക്യാപിറ്റലാണ്. ഓക്കെ, ദെൻ യു ഹാവ് എ മെയിൻ ഫംഗ്ഷൻ ഓവർ ഹിയർ. ഇതിൻ്റെ അകത്ത് ഒരു ഇൻറ്റിജർ എറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഹാവിങ് സൈസ് 10. 10 എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു എറേ ആണിത്. A1 എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെയാണല്ലോ എറേസ് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ A1 എന്ന് പറഞ്ഞ എറേ ഡിക്ലെയർ ചെയ്തു. ദെൻ A2 എന്ന് പറഞ്ഞ എറേ ഡിക്ലെയറും ഇനീഷ്യലൈസും ഒരുമിച്ച് ചെയ്തു. ഇവിടെ യു കൗണ്ട് യു ഹാവ് 3, 4, 5, 6, 7, 8 എലിമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ടു ദി എറേ. 0th ഇൻഡെക്സിൽ 3 റൈറ്റ്, ഈ ഇൻഡെക്സ് 0, 1, 2, 3, 4 അങ്ങനെ ഓരോ ഇൻഡെക്സിലും 0 to 7 വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 8 എലിമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ A2 എന്ന് പറയുന്ന എറേൻ്റെ അകത്ത്. A3യിൽ യു സീ ഇറ്റ് സ്റ്റോഴ്സ് 4 എലിമെൻറ്റ്സ്. സോ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒന്നിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്ലറേഷൻ മാത്രം ചെയ്യാം, എങ്ങനെയായാലും ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു സ്പെസിഫൈ ദ സൈസ്. ആ ഇനീഷ്യലൈസേഷൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി സൈസും കൂടി ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, റൈറ്റ്. ഇവിടെ 8 എലിമെൻറ്റ്സ് ആണ് നമ്മൾ എറേൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. കേളി ബ്രാക്കറ്റ്സിൽ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് എലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത്ര സൈസ് എറേക്ക് കൊടുത്തോളും. ഓക്കെ, ഇവിടെ പിന്നെ നിങ്ങൾക്ക് കാണാം ആ ലെങ്ത്ത് എന്ന് പറയുന്ന ആ ഇൻസ്റ്റൻസ് വേരിയബിൾ. എവറി എറേ എലിമെൻറ്റ് എവറി എറേ ഒബ്ജക്റ്റ് ഹാവ് എ ലെങ്ത്ത് വേരിയബിൾ. ആ എറേ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് വേരിയബിൾ A1 ഡോട്ട് ലെങ്ത്, A2 ഡോട്ട് ലെങ്ത്, A3 ഡോട്ട്, അങ്ങനെ എല്ലാ എറേ ഒബ്ജക്ട്സിൻ്റെയും ലെങ്ത്ത് വേരിയബിൾ ആക്സസ് ചെയ്തിട്ട് നോക്കുവാണ്. ഇവിടെ ആദ്യത്തെ എറേൻ്റെ A1 ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പം 10 ആണ് അവിടെ പ്രിൻറ്റ് ചെയ്യുക. ബിക്കോസ് A1ൻ്റെ ലെങ്ത്ത് സൈസ് എന്ന് പറയുന്നത് 10 ആണ്. സെക്കൻഡിൻ്റെ 8 ആണ്. A2 ഡോട്ട് ലെങ്ത്ത്, A3 ഡോട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, സോ സൈസ് ഇസ് ഡിസ്പ്ലേഡ് ഫോർ ഈച്ച് എറേ. പക്ഷേ ഈ ലെങ്ത്ത് കൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ലെങ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര എലിമെൻറ്റ്സ് കറൻ്റ്ലി എറേൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതല്ല, എത്ര എലിമെൻറ്റ്സ് എറേൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, so it doesn't mean how many elements are currently in the array. It means what is the capacity of the array, how many elements can it hold. അതാണ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ കേസിൽ ഈ എറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലൈസും കൂടി നടത്തുന്നതുകൊണ്ട് അന്നേരം തന്നെ എറേൻ്റെ സൈസ് അവിടെ ഡിഫൈൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്നുണ്ട്.
ദാറ്റ് ഈസ് 8 ഇസ് ദ സൈസ് ഓഫ് ദി എറേ. ഓക്കെ, ഈ കേസിലാണെങ്കിൽ 10 ആണ് സൈസ് ഓഫ് ദി എറേ. ഈ കേസിലാണെങ്കിൽ 4 ഇസ് ദ സൈസ് ഓഫ് ദി എറേ. ഓക്കെ okay, so that is about the length of array. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫൈനൽ എന്ന് പറയുന്ന ഫൈനൽ വേരിയബിൾസിൻ്റെ ഒരു യൂസേജാണ്. ഇവിടെ മൈ ഫസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു ഫൈനൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന പേരിൽ. അതിൻ്റെ വാല്യൂ 6 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ അത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ആ വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് യു ക്യാൻ സി ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ അത് കൂടാതെ മൈ ഫസ്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒബ്ജക്റ്റ് വഴി ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണ്. അല്ലാതെ എനിക്ക് ഡിസ്പ്ലേ വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അകത്തുനിന്ന് സ്റ്റാറ്റിക് മെത്തേഡ്സ് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റീസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഫൈൻ, സോ ഐ വിൽ ജസ്റ്റ് കമ്പൈൽ ആൻഡ് ഷോ യു. sorry, java c my first dot java ഒരു എററൊന്നും ഇല്ലാതെ കമ്പൈൽ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ജാവ മൈ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു, ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തു, a = 6 അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. അതാണല്ലോ നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് ചെയ്തതും. ക്യാൻ സി റൈറ്റ്, ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു, പിന്നെ മൈ ഫസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കും. അന്നേരം എ എന്ന് പറയുന്ന വാല്യൂ a = എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും, 6 പ്രിൻറ്റ് ചെയ്യും. ഇനി ഞാൻ കാണിക്കാം ഫൈനൽ വേരിയബിൾസ്. നാം പറഞ്ഞു ടെക്സ്റ്റിൽ വി ഹാവ് ഡിസ്കസ് ദാറ്റ് ഫൈനൽ വേരിയബിൾസ് വാല്യൂ കനോട്ട് ബി ചേഞ്ച്. എന്തായാലും നമുക്ക് നോക്കാം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദ വാല്യൂ ഫ്രം 6 to 5, എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കമ്പൈൽ ചെയ്ത് നോക്കാം. അതെ, കമ്പൈൽ ചെയ്യാൻ പോവാണ്. കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്. എന്താ എറർ? ലൈൻ നമ്പർ 6 എറർ ഉണ്ട്, കനോട്ട് അസൈൻ എ വാല്യൂ ടു ഫൈനൽ വേരിയബിൾ എ. സോ ദാറ്റ് ഇറ്റ്സ് ഷോസ് വാട്ട് ഈസ് ദി എറർ അല്ലേ. ലൈൻ നമ്പർ 6 നോക്കാം. ലൈൻ നമ്പർ 6 നമ്മൾ ട്രൈ ചെയ്യാണ്. ഇതാണ് ലൈൻ നമ്പർ 6 റൈറ്റ്, കാണാം ലൈൻ നമ്പർ 6. സോ ലൈൻ നമ്പർ 6 നമ്മൾ എയുടെ മുകളിൽ പുതിയൊരു വാല്യൂ ഇടാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ബിക്കോസ് ഇറ്റ്സ് എ ഫൈനൽ വേരിയബിൾ. വേറെ ഏതെങ്കിലും ഫൈനൽ അല്ലാത്ത വേരിയബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി അലൗഡ്. സോ ഞാൻ ഇത് മാറ്റിയിട്ട് ഫൈനൽ മാറ്റിയിട്ട് ഇഫ് ഐ ഡു ദിസ് ഐ എം ഗോയിങ് ടു ചേഞ്ച് ഫൈനൽ. ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ അലൗ ഇറ്റ് ടു ബി ചേഞ്ച്ഡ്. ഐ വിൽ ഷോ യു. വീണ്ടും കമ്പൈൽ ചെയ്യാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, ബിക്കോസ് ആ ചേഞ്ച് ദി ഫൈനൽ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് സാധാരണ ഒരു വേരിയബിളാക്കി മാറ്റി. പക്ഷേ ഫൈനൽ വേരിയബിൾസിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫൈനൽ വേരിയബിൾസ് ആർ കൺസിഡേർഡ് ആസ് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, സോ പ്രോഗ്രാമിൻ്റെ അകത്തുനിന്ന് അബദ്ധത്തിൽ പോലും ആ പ്രോഗ്രാമർ ഒരു അബദ്ധവശാൽ പോലും അത് ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ കമ്പൈലേഷൻ ടൈം അത് എറർ തരും. സോ അങ്ങനെ നമുക്ക് ചേഞ്ച് വരാൻ പറ്റില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ പ്രോഗ്രാമറിന് ഒരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ മുകളിൽ അതൊരിക്കലും പ്രോഗ്രാമർ അബദ്ധവശാൽ പോലും ചേഞ്ച് ചെയ്യരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമുക്കതിനെ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഓക്കെ, so now the error has returned, okay, because I have changed it back to final. Okay, so next program arrayയുടെ ലെങ്ത് എങ്ങനെ നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യും അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാം ഇവിടെ എഴുതിയിരിക്കുകയാണ്. മൈ ഫസ്റ്റ് വൺ എന്നൊരു ക്ലാസ്സാണ്. അതിനകത്ത് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ 2 എറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. A1 എന്ന് പറഞ്ഞ എറയും A2 എന്ന് പറഞ്ഞ എറയും. A1 സൈസ് 10 ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. A2 ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. A2ൻ്റെ അകത്തുള്ള എലിമെൻറ്റ്സ് പറയുന്നത് 1 2 3 4 5 എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സാണ്. A1 ഇനിയും കൊടുത്തിട്ടില്ല, ജസ്റ്റ് സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. A2ൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട്, ഇനീഷ്യലൈസേഷനും ഒരുമിച്ച് നടന്നിട്ടുണ്ട്. സൈസ് A2ൻ്റെ സൈസ് പറഞ്ഞാൽ 5 ആണ്, A1ൻ്റെ സൈസ് 10ഉം. ഓക്കെ. A1ൻ്റെ ലെങ്ത്ത് ഞാൻ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. A1's ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് A1 ഡോട്ട് ലെങ്ത്ത്, A2ൻ്റെ ലെങ്ത്ത് A2 ഡോട്ട് ലെങ്ത്ത്. ഓക്കെ. സോ ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. എറേ ഒബ്ജക്ട്സിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു വേരിയബിളാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ ലെങ്ത്ത് ഉപയോഗിച്ച് നമുക്ക് എറേൻ്റെ ലെങ്ത്ത് അറിയാൻ പറ്റും. ഇവിടെ എറേൻ്റെ ലെങ്ത്ത് യൂസ് ചെയ്തിട്ട് ഞാൻ എറേയിലോട്ട് എലിമെൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഓരോ എറേ ഇൻഡെക്സിലോട്ടും ഞാൻ എലിമെൻറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ഓരോ എറേ പൊസിഷനിലോട്ടും. ഓക്കെ. സോ ഇവിടെ A1 എന്ന് പറഞ്ഞ എറേയിലോട്ട് ഞാൻ യു ക്യാൻ സി I = 0, I < A1 ഡോട്ട് ലെങ്ത്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് 10, A1 ഡോട്ട് ലെങ്ത്ത് പറഞ്ഞാൽ 10 ആണല്ലോ, റൈറ്റ്. സോ I < 10 വരെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ A1 ഓഫ് Iലാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. A1 ഓഫ് Iയിൽ എന്താ അസൈൻ ചെയ്യുന്നത്? I എന്ന് പറയുന്ന വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്. സോ ആദ്യത്തെ ഇറ്ററേഷനിൽ A1 ഓഫ് 0 = 0, രണ്ടാമത്തേൽ A1 ഓഫ് 1 = 1, മൂന്നാമത്തെ ഇറ്ററേഷനിൽ A1 ഓഫ് 2 = 2, അങ്ങനെയാണ് പോവുക. സോ ലാസ്റ്റ് ഇറ്ററേഷനിൽ A1 ഓഫ് 9 = 9 എന്നാണ് വരിക. ഓക്കെ. A1 ഓഫ് 9 = 9. സോ 0 to 9 ആണ് ഫില്ല് ചെയ്യുക അല്ലേ. 0 to 9 10 പ്ലേസസ് ഉണ്ടാവും 0 to 9 എന്ന് പറയുമ്പോൾ, റൈറ്റ്. I++ 10 ആവും, Iൻ്റെ വാല്യൂ 10 ആവുമ്പം എന്ത് സംഭവിക്കും? 10 is less than 9 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവും. സോ 4ൻ്റെ അകത്ത് കയറില്ല. ഓക്കെ. അന്നേരം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. സ്റ്റോപ്പ് ചെയ്ത് സോ ഇനീഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം ഞാനത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടും ഈ A1 ഡോട്ട് ലെങ്ത്ത് എന്ന് പറയുന്ന ഞാൻ കണ്ടീഷണൽ എക്സ്പ്രഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ I < A1 ഡോട്ട് ലെങ്ത്ത്. സോ ഇത് 0 to 9 വരെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ കൊടുത്തത്. സോ A1 ഓഫ് I ആദ്യത്തെ ഇറ്ററേഷനിൽ A1 ഓഫ് 0, രണ്ടാമത്തേൽ A1 ഓഫ് 1, അങ്ങനെ A1 ഓഫ് 9 വരെ പ്രിൻറ്റ് ചെയ്യും, റൈറ്റ്. A1 ഓഫ് 9 വരെ, ബിക്കോസ് I < A1 ഡോട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ I < 10 ആണല്ലോ. സോ 9 < 10 വരെ അത് കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. നെക്സ്റ്റ് ഇറ്ററേഷനിൽ 10 ആണ് അതിൻ്റെ വാല്യൂ വരിക. സോ 10 < 10 ഫോൾസ് ആകുമ്പം അതിൻ്റെ അകത്ത് കയറില്ല. സോ അങ്ങനെ 9 ഇറ്ററേഷൻസിൽ അത് എല്ലാ വാല്യൂസും പ്രിൻറ്റ് ചെയ്യും. ഇനി ജസ്റ്റ് ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്, സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ A2 ഓൾറെഡി ഇനീഷ്യലൈസ്ഡ് ആണല്ലോ. A2 എന്ന് പറയുന്ന എറേൻ്റെ അകത്തുള്ള വാല്യൂസ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടും A2 ഡോട്ട് ലെങ്ത്ത് യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് കണ്ടീഷണൽ എക്സ്പ്രഷനിൽ കണ്ടീഷൻ ഇവിടെ I < A2 ഡോട്ട് ലെങ്ത്ത്, അതായത് 5 എലിമെൻറ്റ്സ് ആണല്ലോ. I < 5. സോ 5 എലിമെൻറ്റ്സ് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് I < 5 കൊടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ 5 ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ലെങ്ത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. എറേ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് ഇൻസ്റ്റൻസ് A2 ഡോട്ട് ലെങ്ത്ത് ഇവിടെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് കമ്പൈൽ ഇറ്റ് ആൻഡ് ദെൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം A1ൻ്റെ ലെങ്ത്ത് പ്രിൻറ്റ് ചെയ്യുന്നു, പിന്നെ A2ൻ്റെ ലെങ്ത്ത് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കണ്ടു A1ലോട്ട് ഇനീഷ്യലൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഫോർ ലൂപ്പ് വെച്ചിട്ട്. പിന്നെ അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. 0 to 9 പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഒരു ബ്രേക്ക് കൊടുത്തു, സ്റ്റാർ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട്. പിന്നെ നെക്സ്റ്റ് A2 എന്ന് പറയുന്ന എറേൻ്റെ അകത്തുള്ള വാല്യൂസ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ് സ്ട്രിങ് ക്ലാസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ട്രിങ് ക്ലാസ് നമുക്കറിയാം, സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ് ക്ലാസ്. നമ്മൾ ജാവയിൽ സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് സ്ട്രിങ് ക്ലാസ്. ഓക്കെ. സോ സ്ട്രിങ് ഒബ്ജക്ട്സിലാണ് നമ്മൾ സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യുക. നമ്മൾ സിയിലൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുകിൽ ക്യാരക്ടർ എറേ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പോയിൻറ്റർ ടു എ ക്യാരക്ടർ എറേ, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ സ്ട്രീൽ ചെയ്തത്, റൈറ്റ്. അതേസമയം ജാവയിൽ കുറച്ചും കൂടി എളുപ്പമാണ്, സ്ട്രിങ്സ് വെച്ചിട്ടുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ എളുപ്പമാണ്.
നമ്മൾ string is probably the most commonly used class in Java's class library, and strings are very important part of programming also. Okay, so നമ്മൾ ഓരോ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് it is of type string. Every string that we create in a program is actually an object of type string. ഓരോ സ്ട്രിങ്ങും ആക്ച്വലി ഒരു ഒബ്ജക്റ്റാണ് വിച്ച് ഇസ് ഓഫ് ടൈപ്പ് സ്ട്രിങ് ക്ലാസ്. നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെ നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്താലും അത് ഒബ്ജക്റ്റാണ്, സ്ട്രിങ് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഈവൻ സ്ട്രിങ് കോൺസ്റ്റൻസ് ആർ ആക്ച്വലി സ്ട്രിങ് ഒബ്ജക്ട്സ്. എവിടെ നമ്മൾ സ്ട്രിങ് ലിറ്ററൽസ് അല്ലെങ്കിൽ സ്ട്രിങ് കോൺസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ അത് സ്ട്രിങ് ഒബ്ജക്ട്സ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക, system.out.println ദിസ് ഇസ് എ സ്ട്രിങ് 2 എന്നും പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ദിസ് ഇസ് എ സ്ട്രിങ് 2 എന്ന് പറയുന്നത് അതും ഒരു സ്ട്രിങ് ഒബ്ജക്റ്റാണ് ആക്ച്വലി. Okay, internally it is created as a string object. The second thing to understand about strings is that objects of type string are immutable ആണെന്ന് പറയുന്നത്. അതായത് സ്ട്രിങ്സ് ഒരു പ്രാവശ്യം അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ടൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്ട്രിങ്ങിൻ്റെ കേസിൽ അങ്ങനെയാണ്, സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയും. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ഇമ്മ്യൂട്ടബിൾ. ഓക്കെ, സോ ഒരു സ്ട്രിങ്ങിൻ്റെ വാല്യൂ നമ്മൾ ഒരു സ്ട്രിങ് str ഈക്വൽസ് ഹലോ എന്ന് ഞാൻ കൊടുത്തു, ഹലോ. ഓക്കെ, ഇനി എനിക്ക് ഈ str-ൻ്റെ ഈ സെക്കൻഡ് പൊസിഷനിലെ ക്യാരക്ടർ എനിക്ക് മാറ്റണം എന്ന് വെച്ചാൽ ഈ മാറ്റിയിട്ട് a ആക്കണമെന്നുണ്ടെങ്കിൽ str ഉപയോഗിച്ചിട്ട് എനിക്കത് മാറ്റാൻ പറ്റില്ല. str എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലുള്ള str എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ബാക്കിയൊന്നും മാറ്റണ്ട, ഈ മാറ്റിയിട്ട് a ആക്കണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് പറ്റില്ല. അതിനാ പറയും ഇമ്മ്യൂട്ടബിൾ എന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് കണ്ടൻസ് കനോട്ട് ബി ഓൾട്ടേർഡ്. വേണമെങ്കിൽ എനിക്ക് str ഈക്വൽ ടു ഇങ്ങനെ മൊത്തമായിട്ട് മാറ്റി കൊടുക്കാം എന്നല്ലാതെ ഓൾറെഡി ഉള്ള സ്ട്രിങ്ങിൻ്റെ അകത്തുനിന്ന് എനിക്ക് അതിൻ്റെ ഒരു എലിമെൻറ്റ് എനിക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു സീരിയസ് റെസ്ട്രിക്ഷൻ ആണ്. പക്ഷേ നമുക്ക് സ്ട്രിങ്സ് അല്ലാതെ മാറ്റാൻ പറ്റുന്ന സ്ട്രിങ്സും നമുക്ക് ജാവയിൽ അവൈലബിൾ ആണ്, വിച്ച് ഇസ് കോൾഡ് സ്ട്രിങ് ബഫർ. പിന്നെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല വിത്ത് മോഡിഫിക്കേഷൻസ്. ലൈക്ക് നേരത്തെ ഇപ്പോൾ ഹലോ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഹലോ മാറ്റി ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്ട്രിങ് ഡിക്ലെയർ ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, സോ ദിസ് ഈസ് എ സ്ട്രിങ്. ഇങ്ങനെ നമുക്ക് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ക്രിയേറ്റ് ചെയ്ത സ്ട്രിങ് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സാധാരണ സിയിലൊക്കെ ആണെങ്കിൽ പ്രിൻ്റ് എഫിൻ്റെ അടുത്ത് നമ്മൾ ഫോമാറ്റ് പറയണം, %s ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല, അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ഇൻറ്റിജർ ആയാലും സ്ട്രിങ് ആയാലും ഒക്കെ നമുക്ക് system.out.println വെച്ചിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അതായത് വി ഡോണ്ട് ഹാവ് ടു സ്പെസിഫൈ ദി ഫോമാറ്റ്, ഇത് സ്ട്രിങ് ആണോ ഇത് ഇൻറ്റിജർ ആണെന്നൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ജാവേൻ്റെ കേസിൽ. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ സ്ട്രിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. സ്ട്രിങ്സ് കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് പ്ലസ്. കൺകാറ്റിനേഷൻ വെച്ചാൽ സ്ട്രിങ്സിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഐ ലൈക്ക് ജാവ, ഈ 3 സ്ട്രിങ്സിനെ ഐ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്ട്രിങ് ആണ്, ലൈക്ക് വേറൊരു സ്ട്രിങ് ആണ്, ജാവ വേറൊരു സ്ട്രിങ് ആണ്. ഈ 3നെയും യോജിപ്പിച്ചിട്ട് എനിക്ക് ഐ ലൈക്ക് ജാവ എന്നും പറഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് എ പ്ലസ് ഓപ്പറേറ്റർ. സോ ഐ പ്ലസ് ലൈക്ക് പ്ലസ് ജാവ എന്ന്. ഓക്കെ, ഇവിടെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ സ്ട്രിങ് ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, മെയിൻ മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് strOb1 എന്നൊരു ഒബ്ജക്റ്റ് whose value is first string, strOb2ൻ്റെ വാല്യൂ സെക്കൻഡ് സ്ട്രിങ്, strOb3ൻ്റെ വാല്യൂ strOb1 പ്ലസ് ആൻഡ് strOb2. അതായത് ഫസ്റ്റ് സ്ട്രിങ് ആൻഡ് സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്ന വാല്യൂ ആണ് strOb3ൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുക. 3ഉം പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ,
ഓക്കെ. സോ ഔട്ട്പുട്ട് ആദ്യത്തത് ഫസ്റ്റ് സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യും, str_ob1 പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ട്രിങ്, str_ob2 പ്രിൻറ്റ് ചെയ്യുമ്പം സെക്കൻഡ് സ്ട്രിങ്, പിന്നെ മൂന്നാമത്തത് str_ob3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ് ആൻഡ് സെക്കൻഡ് സ്ട്രിങ് എന്നാണ് പ്രിൻറ്റ് ചെയ്ത് വരിക. ആൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അതിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് തരും. ഓക്കെ. സ്ട്രിങ്ങിൻ്റെ മുകളിൽ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഫങ്ഷൻസാണിത്. ഇത് പഠിച്ചോളൂ. ഈക്വൽസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, രണ്ട് സ്ട്രിങ്ങിൻ്റെ വാല്യൂ ഈക്വൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽസ് യൂസ് ചെയ്യാം. ഇത് പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരികയും ചെയ്യും. സോ ഇഫ് സംബഡി ആസ് ഇഫ് ദർ ഇസ് എ പ്രോബ്ലം വേർ ഇറ്റ് ഇസ് ആസ്ഡ് വെദർ ടു സ്ട്രിങ്സ് ആർ ഈക്വൽ ഓർ നോട്ട്, മിക്കവാറും കമ്പാരിസണിന് വേണ്ടി നമുക്ക് നോക്കേണ്ടി വരും രണ്ട് കൊടുത്ത സ്ട്രിങ്സ് ഈക്വൽ ആണോ അല്ലേ എന്നൊക്കെ. ഓക്കെ. സോ അങ്ങനെയുള്ള കമ്പാരിസൺ ഒക്കെ ചെയ്യാണ്ടെങ്കിൽ we can use this strings comparison ചെയ്യണമെങ്കിൽ we can use equals എന്ന് പറഞ്ഞ function. So we can check whether two strings are equal or not using equals function. So ഞാൻ ഇങ്ങനെ string str equals hello string str1 equals hello. സോ str-ലും str1-ലും ഒരേ വാല്യൂ ആണ് കിടക്കുന്നത്. സോ ഐ ക്യാൻ ചെക്ക് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ഓർ നോട്ട്. str ഡോട്ട് ഈക്വൽസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് str1 എന്ന് ഞാൻ കൊടുക്കുക. എന്നിട്ട് ഇത് എന്താ റിട്ടേൺ ചെയ്യുകയെന്ന് വെച്ചാൽ ഈക്വൽസ് റിട്ടേൺസ് ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക, ട്രൂ ഓർ ഫോൾസ്. സോ str-ൻ്റെ അകത്തുള്ളതും str1-ൻ്റെ അകത്തുള്ളതും ഒരേ വാല്യൂ ആണെങ്കിൽ, ഒരേ സ്ട്രിങ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ, അല്ലെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ഫാൾസ്. ഇങ്ങനെയാണ് സംഭവിക്കുക. സോ ഇഫ് ഇങ്ങനെയാണ് ഞാനിത് കൊടുത്തെങ്കിൽ ഇഫ് str ഡോട്ട് ഈക്വൽസ് str1 അത് ട്രൂ ആണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് വിൽ പ്രിൻറ്റ് ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln സെയിം എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് സെയിം. എൽസ് system dot out dot println not same. ഓക്കെ. ഇങ്ങനെയാണ്. സോ ഇത് ഡെഫിനറ്റ്ലി ഈ കൺട്രോൾ ഇവിടെയാണ് വരിക, ബിക്കോസ് രണ്ടിൻ്റെ വാല്യൂ ഒന്നാണല്ലോ, ഹലോ ഹലോ എന്നാണല്ലോ. സോ സെയിം എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. ഇപ്പോൾ സേ ഐ ചേഞ്ച്ഡ് ഇറ്റ് ടു CHALLO ആക്കി, മറ്റേത് ഹലോ എന്നും ഇത് ചെല്ലോ എന്നും. ഓക്കെ. സോ ചെല്ലോ ഹലോ രണ്ടും കമ്പയർ ചെയ്യുമ്പം ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ, റൈറ്റ്? സോ CHALLOവും HALLOവും ഈക്വൽ അല്ല. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ടു എൽസ് പാർട്ട് ആൻഡ് പ്രിൻറ്റ് നോട്ട് സെയിം എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. സോ ദിസ് ക്യാൻ ബി യൂസ് ഫോർ ഈക്വൽസ് ഫംഗ്ഷൻ, ക്യാൻ ബി യൂസ് ഫോർ കമ്പാരിസൺ, സ്ട്രിങ് കമ്പാരിസൺ. ഇനി ലെങ്ത്ത് നമ്മൾ നേരത്തെ എറേ ഒബ്ജക്റ്റിൻ്റെ കേസിൽ നമ്മൾ ലെങ്ത്ത് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഇവിടെ ഒരു ലെങ്ത്ത് മെത്തേഡാണ്. ഓക്കെ. ലെങ്ത്ത് മെത്തേഡ് വിച്ച് വിൽ റിട്ടേൺ ദി ലെങ്ത്ത് ഓഫ് ദി സ്ട്രിങ്. സോ സ്ട്രിങ്ങിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഡീഫോൾട്ട് സ്ട്രിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ മെത്തേഡാണ് ലെങ്ത്ത് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ. സോ ലെങ്ത്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. എറേ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് വേരിയബിൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക, അല്ലേ? എറേ ഒബ്ജക്റ്റ് ഡോട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ഇത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മെത്തേഡാണ്, അതുകൊണ്ടാണ് പാരന്തസിസ് ഉള്ളത്. ഓക്കെ. സോ യു ഹാവ് ലെങ്ത്ത് മെത്തേഡ് ഫോർ സ്ട്രിങ്. ഇനി ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു പൊസിഷനിലുള്ള ക്യാരക്ടർ എനിക്ക് റിട്രീവ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സേ എൻ്റെ സ്ട്രിങ് str ഈക്വൽസ് ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണെന്ന് വിചാരിച്ചോളൂ. ഹലോ. സോ 0 1 2 3 4 അങ്ങനെ 5 പൊസിഷൻസാണ് ഉള്ളത്, അല്ലേ? 0th പൊസിഷനിൽ H, 1th പൊസിഷനിൽ E, 2th പൊസിഷനിൽ L, 3th പൊസിഷനിൽ L, 4th അല്ല ഞാൻ 8th പൊസിഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നതാണെങ്കിൽ പൊസിഷൻ 0ൽ H, പൊസിഷൻ 1ൽ E, പൊസിഷൻ 2ൽ L, പൊസിഷൻ 3ൽ L, പൊസിഷൻ 4ൽ 0 അല്ല സീറോ അല്ല O, ഹലോ ആണല്ലോ. അങ്ങനെ എനിക്ക് ഈ പെർട്ടിക്കുലർ മൂന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് വിചാരിച്ചോളൂ. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ യൂസ് ക്യാരറ്റ് ഫങ്ഷൻ. ക്യാർ എറ്റ്, ഓക്കെ, ക്യാർ എറ്റ് ഓഫ് ഏതാണ് പൊസിഷൻ കൊടുക്കുക. ഇപ്പോൾ മൂന്നാമത്തെ പൊസിഷനാണല്ലോ, സോ 2, ക്യാരറ്റ് ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ. ഇങ്ങനെയാണ് കൊടുക്കുക ക്യാരറ്റ് ഓഫ് 2, ഇങ്ങനെ കൊടുക്കുക. str ഡോട്ട് ക്യാരറ്റ് ഓഫ് 2 കൊടുക്കണം കേട്ടോ. str ഡോട്ട് ക്യാരറ്റ് ഓഫ് 2. സ്ട്രിങ് ഏതാണോ സ്ട്രിങ് ഒബ്ജക്റ്റ് അതാണ് str അല്ലേ. ആ സ്ട്രിങ് ഒബ്ജക്റ്റ് ഡോട്ട് ക്യാരറ്റ് ഓഫ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ റിട്ടേൺ ചെയ്യും. സോ സ്റ്റോർ ഇറ്റ് ഇൻ എ ക്യാരക്ടർ. സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെന്ന് വെച്ചോ, ക്യാർ സി എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ക്യാർ സി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സി എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് എന്ത് സ്റ്റോർ ചെയ്യുക, 0 1 2 L എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റോർ ചെയ്യുക. സോ ഇഫ് യു പ്രിൻറ്റ് സി എന്ന് പറയുന്ന ആ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്താൽ എന്താ പ്രിൻറ്റ് ചെയ്യുക, L ആണ് പ്രിൻറ്റ് ചെയ്യുക. L എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യുക. സേ ഞാനിപ്പം 1 ആണ് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ വാട്ട് വിൽ ഗെറ്റ് പ്രിൻറ്റഡ്, E ആണ് പ്രിൻറ്റ് ചെയ്യുക, റൈറ്റ്. 4 ആണ് ഞാൻ കൊടുത്തെങ്കിൽ വാട്ട് വിൽ ഗെറ്റ് പ്രിൻറ്റഡ്, O ആണ് പ്രിൻറ്റ് ചെയ്യുക, ഹലോൻ്റെ O ആണ് പ്രിൻറ്റ് ചെയ്യുക, ഓക്കെ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടർ റിട്രീവ് ചെയ്യാൻ ഐ ക്യാൻ യൂസ് ക്യാരറ്റ് ഫങ്ഷൻ. ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ് ആണ്, അതാണ് ഞാൻ 0 1 2 3 4 എന്നൊക്കെ കൊടുത്തത്. ഇൻഡെക്സ്, എറേൻ്റെ ഇൻഡെക്സ്, ഓക്കെ. സ്ട്രിങ്ങും എന്ന് പറഞ്ഞ സ്ട്രിങ് ഇസ് ആക്ച്വലി എ ക്യാരക്ടർ എറേ അല്ലേ, ആ ഒരു കൺസെപ്റ്റാണ്. സോ എറേൻ്റെ ഇൻഡെക്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. സോ 0 1 2 3 4 ആണ് ഇവിടെ 5 എലിമെൻറ്റ്സ് ആണ്, ഒരു 5 ആണ് ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. സോ അതിൻ്റെ അകത്തുള്ള എറേ ഇൻഡെക്സ് പോലെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ഓക്കെ. സോ ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് അതൊക്കെ കാണിച്ചിട്ടുണ്ട്. സ്ട്രിങ് ഡെമോ 2 എന്ന് പറയുന്നൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ strOb3 എന്ന് പറയുന്ന സ്ട്രിങ് വേരിയബിളിലോട്ട് ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്ന സെയിം ആ വാല്യൂ തന്നെ കൊണ്ടിടുകയാണ്. അതായത് strOb1ൻ്റെ വാല്യൂയും strOb3ൻ്റെ വാല്യൂയും ഒന്നാണ്, റൈറ്റ്. ഇത് അസൈൻ ചെയ്ത് കൊടുക്കുമ്പം strOb3ൻ്റെയും strOb1ൻ്റെ വാല്യൂയും ഒന്നായി മാറുകയാണ്. ഫസ്റ്റ് സ്ട്രിങ് തന്നെയാണ്, ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് രണ്ടിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാണ്. ലെങ്ത്ത് എന്ന് പറഞ്ഞ മെത്തേഡ്, ഈക്വൽസ് എന്ന് പറഞ്ഞ മെത്തേഡ്, ക്യാരറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിങ് ഡെമോ 2 എന്ന് പറയുന്ന ക്ലാസ് ഉള്ളത്. സോ ആദ്യം ലെങ്ത് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. strOb1 ഡോട്ട് ലെങ്ത്ത്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണെന്ന് നോക്കാം. 1 2 3 4 5 6 ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. 6 7 8 9 10 11 12 ആണ് ഇത് പ്രിൻറ്റ് ചെയ്യാൻ ഇത് കിട്ടുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ക്യാരറ്റ് ഓഫ് 3 എന്ന് പറയുന്ന ക്യാരറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ, ക്യാരക്ടർ എറ്റ് എന്ന് പറയുന്ന, അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ക്യാർ എറ്റ് ഓഫ് 3 എന്ന് പറയുമ്പം 0 1 2 3 ഏത് സ്ട്രിങ്ങിൻ്റെ OB1 strOb1ൻ്റെ ക്യാരറ്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 0 1 2 3, അതായത് എസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇവിടെ റിട്രീവ് ചെയ്ത് തരിക, ഓക്കെ. ഇനി നെക്സ്റ്റ് ഈക്വൽസ് ഫങ്ഷൻ, ഈക്വൽസ് മെത്തേഡ്, ഫങ്ഷൻ എന്നല്ല നമ്മൾ ജാവയിൽ പറയാം, മെത്തേഡ് എന്ന് പറയാം. സോ ഈക്വൽസ് മെത്തേഡ് strOb1ൻ്റെയും strOb2ൻ്റെയും വാല്യൂ ഈക്വൽ ആണോ നോക്കുവാണ്. ഈക്വൽ ആണോ, strOb1ൻ്റെ ഫസ്റ്റ് സ്ട്രിങ് എന്നാണ്, strOb2ൻ്റെ സെക്കൻഡ് സ്ട്രിങ് എന്നാണ്, രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുവാണ് ഈക്വൽസ് മെത്തേഡ് വെച്ചിട്ട്. ഈക്വൽ അല്ല, ഓക്കെ. സോ എൽസിലാണ് വരിക, ഇതാ പ്രിൻറ്റ് ചെയ്യുക, ദിസ് വിൽ ഗെറ്റ് പ്രിൻറ്റഡ്. പിന്നെ strOb1ൻ്റെയും strOb3ൻ്റെയും വാല്യൂ ഈക്വൽ ആണെന്ന് നോക്കുകയാണ്. അത് ഈക്വൽ ആണ്, ഫസ്റ്റ് സ്ട്രിങ് എന്നാണല്ലോ വാല്യൂ രണ്ടിനും ഉള്ളത്, റൈറ്റ്. ഇതിൻ്റെ കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. സോ രണ്ടും ഈക്വൽ ആണ്, ഇത് പ്രിൻറ്റ് ചെയ്യും, ഓക്കെ, ഫൈൻ. ഇതാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 12 പ്രിൻറ്റ് ചെയ്തു, പിന്നെ എസ് പ്രിൻറ്റ് ചെയ്തു, ഇത് നോട്ട് ഈക്വൽ എന്ന് ആദ്യം പ്രിൻറ്റ് ചെയ്തു, പിന്നെ ഇത് ഈക്വൽ ആണെന്ന് പ്രിൻറ്റ് ചെയ്തു, ഓക്കെ. പിന്നെ ഈ സ്ട്രിങ്സ് തന്നെ വി ക്യാൻ ഹാവ് എറേസ് ഓഫ് സ്ട്രിങ്സ്. നമ്മൾ സ്ട്രിങ്ങിൻ്റെ എറേസും നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ സ്ട്രിങ് എറേ ആണ് കേട്ടോ. സോ ദിസ് ഇസ് സ്ട്രിങ് എറേ, ഓക്കെ. ആ സ്ട്രിങ് എറേൻ്റെ അകത്ത് ഒന്നിലധികം സ്ട്രിങ്സ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ 3 സ്ട്രിങ്സ് ഉണ്ട് ഈ എറേൻ്റെ അകത്ത്, ഓക്കെ. സോ അങ്ങനെ സ്ട്രിങ് എറേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ 3 സ്ട്രിങ്സ് ഉണ്ട്.
സോ അത് ആ കേസ് നമ്മൾ എറേ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത് ഇൻസ്റ്റൻസ് വേരിയബിളിൽ യൂസ് ചെയ്തല്ലോ, ആ രീതിയിലാണ് ഇവിടെ എറേൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. str.length ഇവിടെ മെത്തേഡല്ല, ഇത് ലെങ്ത്ത് പറഞ്ഞ മെത്തേഡല്ല, ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ഇത് str ഇവിടെ എറേ ആണ്. str എന്ന് പറഞ്ഞാൽ എറേ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, str.length. ഇനി str ഓഫ് 0.length മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ പെർട്ടിക്കുലർ സ്ട്രിങ് ഉണ്ടല്ലോ 1 എന്ന് പറയുന്ന സ്ട്രിങ്, അതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ str ഓഫ് 1.length മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ 2 എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷേ ഈ str എന്ന് പറയുന്ന എറേൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ str.length എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് വേരിയബിളാണ് നമ്മൾ ലെങ്ത്ത് പറഞ്ഞ ഇൻസ്റ്റൻസ് വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവിടെ മെത്തേഡല്ല യൂസ് ചെയ്യുക, ബിക്കോസ് അവിടെ ദാറ്റ്സ് നോട്ട് എ മെത്തേഡ്, ദാറ്റ്സ് അവിടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ സ്ട്രിങ്ങിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ലെങ്ത്ത് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ഇവിടെ ഒരു സ്ട്രിങ് എറേൻ്റെ അകത്തുള്ള സ്ട്രിങ്സ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് ആക്ച്വലി, റൈറ്റ്. സോ str ഓഫ് 0, str ഓഫ് 1, str ഓഫ് 2, അങ്ങനെ 3 സ്ട്രിങ്സും പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഈ പ്രോഗ്രാം കാണിക്കുന്നത് സ്ട്രിങ്ങിൻ്റെ എല്ലാ മെത്തേഡ്സും ആണ്. സോ ഇവിടെ str1 str2 എന്ന് പറഞ്ഞ 2 സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ വാല്യൂ ഒന്നാണ് കൊടുത്തിരിക്കുന്നത്, പ്രിയ കെ എന്ന് പറഞ്ഞിട്ട്. രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് str1.equals str2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആണല്ലോ, സോ ബോത്ത് ആർ ഈക്വൽ എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. പിന്നെ ഇൻഡെക്സ് ക്യാരക്ടർ അറ്റ് ഇൻഡെക്സ് 6th ഇൻഡെക്സിലുള്ള ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കെ ആണ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക, കെ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിയ കെൻ്റെ കെ ആണ് പ്രിൻറ്റ് ചെയ്യുക. പിന്നെ ലെങ്ത് ഓഫ് സ്ട്രിങ്ങും പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, str1.length വെച്ചിട്ട്. ഓക്കെ, സോ യു വിൽ സീ ദി ഔട്ട്പുട്ട് ആസ് ഫോളോസ്. കാണാം. സോ ബോത്ത് ആർ ഈക്വൽ എന്നാണ് പ്രിൻറ്റ് ചെയ്യുക. പ്രിയ കെ എന്നാണ് രണ്ടും കൊടുത്തത്, അതുകൊണ്ട് ബോത്ത് ആർ ഈക്വൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇൻഡെക്സ് 6 ഉള്ളത് കെ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നെ ലെങ്ത്ത് 7 ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ സ്ട്രിങ്ങിൻ്റെ കുറച്ച് മെത്തേഡ്സ്. ഈക്വൽസ് പറഞ്ഞു, ക്യാരറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് പറഞ്ഞു, പിന്നെ ലെങ്ത്ത് എന്ന് പറഞ്ഞ മെത്തേഡ്.